ഇവരെ നുണച്ചാക്ക് ഇവര് ഇപ്പൊ അടുത്തൊരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖയിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്. ആയത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. നമ്പർ ഉണ്ടായത്തിന്റെ കേട്ടോളി, ഉണ്ടായത്ത് കേട്ടോളി. ഒരു മനുഷ്യൻ നോമ്പ്, നമസ്കാരം, സക്കാത്ത് എന്നിങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യന് ഒരു ആപത്ത് വന്നപ്പോൾ ആ മനുഷ്യൻ മുഹീദ്ദീൻ ശൈഖിനെയോ ഭീമാ ബീവിയെയോ ആ സമയത്ത് വിളിച്ചു പോയാൽ ആ മനുഷ്യന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. വീക്കു 39:65. എങ്ങനെ ഖുർആനിൽ പറയാനുണ്ട്? മുഹീദ്ദീൻ ശൈഖിനെയോ ഭീമാ ബീവിയെയോ ആ സമയത്ത് വിളിച്ചു പോയാൽ ആ മനുഷ്യന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ബ്രാക്കറ്റിൽ വീക്കു 39:65. അത് ഏത് വീക്കു ആണ്? ഭീമാ ബീവിന്ന് ഖുർആനിലെ, മുഹീദ്ദീൻ ശൈഖിന് ഖുർആനിലെ. ഖുർആൻ ഇറങ്ങിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ഖുർആനിലെ. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിന്റെ പേര് ഖുർആനിലെ. ഏത് ഖുർആന്? മുജാഹിദീങ്ങളെ ഖുർആൻ, ISMന്റെ ആളിറക്കിയതാ. എന്നിട്ട് ലാസ്റ്റ് ഉണ്ട് എന്താണെന്നറിയോ? വ്യാജ ഖബറുകളുടെ തെളിവുകൾ CD ലഭ്യമാണ്, സെലഫി സെന്ററുമായി ബന്ധപ്പെടുക എന്നാണ്. അപ്പൊ ഈ ലഘുലേഖ ഇറക്കിയ മൗലവിമാര് അള്ളാന്റെ ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ മൗലവി നാദാമത്ത് പറയാണ്. നമ്മളെ ഒരു സുന്നി വോയിസിൽ ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖത്തുൽ അഫ്ലാഖ് എന്ന് പഴയ കാലത്ത് പറഞ്ഞു വരുന്ന ഒരു വാചകം ഉണ്ട്. അതിന്റെ ആശയം ഖുദ്സിയായ ഹദീസ് മുഖേന സ്ഥിരപ്പെട്ടതാണ് എന്നുള്ള നിലക്ക് ഹദീസ് ഖുദ്സിന്ന് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പൊ സുന്നി വോയിസിൽ ഏതോ ഒരാൾ ഒരു ലേഖനം എഴുതിയപ്പോ ഹദീസ് ഖുദ്സിയില് ഹാ കൂന്ന് എഴുതി. ഈ ഹ എന്നും വി എന്ന് എഴുതിയാല് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കുറച്ചൊക്കെ തൊട്ടുപോയാല് ഹായ് ആവും, തൊട്ടില്ലേ വി ആവും. അപ്പൊ ഹാ എന്നുള്ള സ്ഥലത്ത് വി എന്നായി പോയി. ശരിക്കും തൊടല് കുറച്ച് കുറഞ്ഞു പോയി. തൊട്ടാൽ എന്തായി? ഹാ നായി, ഹാ കൂന്നാണ്. അത് വി എന്നായി പോയി. അത് വലിയ ജോറാക്കിട്ട് മൂപ്പര് പറയാ, ഇവര് എന്തിട്ട് വീക്കൂന്ന് കൊടുത്തിട്ടുണ്ട്. മൗലവി നിങ്ങളെ പോലെ 39:65 നമ്പർ കൊടുത്തിട്ടോ ഞങ്ങൾ? അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ നമ്പർ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ അത് വീക്കൂന്നല്ല ഹാ കൂന്നാണ്. എന്നിട്ട് അലവി സഖാഫിനോട് കൊടുവള്ളിന്നോ മറ്റോ ചോദിച്ചു പോലും എന്ത് ഇങ്ങനെ വീക്കൂന്നുണ്ടല്ലോ. വീക്കൂന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുദ്സിന്നായിരിക്കും മറുപടി പറയുന്നത്. അമ്മൗലവിക്ക് അങ്ങനെ തന്നെയല്ലേ മറുപടി കൊടുക്കണ്ടു? കാരണം അമ്മൗലവി ചോദിക്കാൻ പാടുണ്ടോ? ഇപ്പത്തെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തത് ഹാ കൂന്നാന്ന് ഏത് മനുഷ്യനും മനസ്സിലാവില്ലേ? പിന്നെ വെറുതെ കൊസറ ചോദിക്കുന്നുണ്ടോ? കൊസറ എന്നല്ലേ മറുപടി പറയേണ്ടത്? അപ്പൊ എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് പറയുന്ന ആധാർ കയറിയ വീക്കൂന്നുള്ളതിന് വിവരം കെട്ട ഖുറാഫി എന്നാണ്. ആദ്യം മൗലവിന്റെ വിവരക്കേടാ. വിവരം കെട്ട ഖുറാഫിന്നാണ് വീക്കേക്കൂ എന്ന് പറയണം മൗലവി. അതും മൗലവിക്ക് മനസ്സിലായില്ല. വിവരം കെട്ടാന്നുള്ളതിലൊന്നും അവിടെ ഓരോ വാചകത്തിന് ഓരോന്നാണെങ്കിൽ അപ്പോ വീക്കേക്കൂ എന്ന് പറയണ്ടേ? എന്താണ് ഈ ഖുറാഫി മൗലവിന്റെ കഥ? മൗലവിന്റെ ധാരണ നമ്മൾ ഈ കിതാബുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഈ കിതാബ് പറയാനേ കിട്ടുള്ളൂ, ഇങ്ങനത്തെ പറഞ്ഞാൽ മറുപടി കിട്ടൂല എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണയും തിരുത്തിക്കോ മൗലവി. നിങ്ങൾ ഏത് സ്കട്ട് മിസൈല് പുറത്തിറക്കിയാലും ഓരോന്നിനെയും തകർക്കാനുള്ള പാട്രിയറ്റ് മിസൈൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ആലോചിച്ച് വന്നാൽ മതി.